അമൃത് വേണി ലൈഫ് ക്വിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE ഇൻ അസോസിയേഷൻ വിത്ത് ജോയ ലുക്കാസ്. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേക ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. നമസ്കാരം, ഞാൻ നീതു കൃഷ്ണ. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസംബർ 5 വെള്ളിയാഴ്ച. ഇന്ത്യ സമാധാനത്തിന്റെ പക്ഷത്തെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. റഷ്യൻ യുക്രൈൻ സംഘർഷത്തിന് സമാധാനപരമായ പരിഹാരത്തിന് ശ്രമിക്കുകയാണെന്ന് പുടിൻ മോദിയോട് പറഞ്ഞു. റഷ്യ യുക്രൈൻ സംഘർഷം തീർക്കാനുള്ള ഇടപെടൽ വേണമെന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ ആവശ്യപ്പെടുമ്പോഴാണ് സമാധാനത്തിനുള്ള നിർദ്ദേശം നരേന്ദ്രമോദി പരസ്യമായി മുന്നോട്ട് വച്ചത്. സമാധാനം ലോക പുരോഗതിക്ക് ആവശ്യമാണെന്നും മോദി ചൂണ്ടിക്കാട്ടി. പരിഹാരത്തിനുള്ള ശ്രമം താനും തുടരുന്നു എന്ന മറുപടിയാണ് പുടിൻ നൽകിയത്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് ആചാരപരമായ വരവേൽപ്പ് നൽകി രാജ്യം. ഇന്ന് രാവിലെ രാഷ്ട്രപതി ഭവനിൽ വെച്ച് നടന്ന ചടങ്ങിൽ രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ചേർന്നാണ് പുടിനെ സ്വീകരിച്ചത്. പിന്നീട് രാജ്ഘട്ടിലെ ഗാന്ധി സമാധിയിലെത്തി പുടിൻ പുഷ്പാർച്ചന നടത്തി. പുടിന് മോദി ഭഗവത്ഗീതയുടെ റഷ്യൻ തർജ്ജമ സമ്മാനിച്ചു. രണ്ടു നേതാക്കളും ചേർന്ന് ഇന്ന് വ്യവസായികളെ കാണും. വൈകിട്ട് രാഷ്ട്രപതിയുടെ അത്താഴ വിരുന്നിന് ശേഷം 9 മണിക്ക് പുടിൻ റഷ്യയിലേക്ക് മടങ്ങും. ഇന്ത്യയും റഷ്യയും പരസ്പര സഹകരണത്തിനുള്ള നിരവധി കരാറുകളിൽ വൈകാതെ ഒപ്പുവയ്ക്കും. ഹൈദരാബാദ് ഹൌസിലെ ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയിൽ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി അടക്കമുള്ള വിഷയങ്ങൾ ചർച്ചയാകും. സൈനിക സഹകരണം കൂട്ടാൻ ധാരണയുണ്ടാകും. ബഹിരാകാശ AI മേഖലകളിൽ ഉൾപ്പെടെ യോജിച്ച നീക്കങ്ങൾക്ക് കരാർ ഒപ്പുവയ്ക്കുമെന്നാണ് വിവരം. സ്ത്രീ സുരക്ഷാ പദ്ധതി തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം മാത്രമേ നടപ്പാക്കൂ എന്ന് വ്യക്തമാക്കി സംസ്ഥാന സർക്കാർ. സ്ത്രീകൾക്ക് മാസം 1000 രൂപ പെൻഷൻ നൽകുന്ന സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയുടേതെന്ന പേരിൽ പലയിടത്തും വിതരണം ചെയ്തത് വ്യാജ അപേക്ഷകളെന്നാണ് സർക്കാർ തെരഞ്ഞെടുപ്പ് കമ്മീഷന് വിശദീകരണം നൽകിയത്. പെരുമാറ്റച്ചട്ടം ലംഘനം ആരോപിച്ച് കമ്മീഷന് പരാതികൾ എത്തിയതിന് പിന്നാലെയാണ് സർക്കാരിന്റെ വിശദീകരണം. കേരളത്തിലെ BC നിയമന കേസിൽ കർശന താക്കീതുമായി സുപ്രീം കോടതി. ജസ്റ്റിസ് ധൂലിയ സമിതി നൽകിയ പട്ടികയുടെ അടിസ്ഥാനത്തിൽ സമവായമുണ്ടായില്ലെങ്കിൽ BC നിയമനം ഏറ്റെടുക്കുമെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. മുഖ്യമന്ത്രി മെറിറ്റ് അവഗണിച്ചുവെന്ന് ഗവർണർക്ക് വേണ്ടി ഹാജരായ അറ്റോർണി ജനറൽ കോടതിയിൽ കുറ്റപ്പെടുത്തി. BC നിയമനത്തിന് സുപ്രീം കോടതി ജസ്റ്റിസ് സുധാൻഷു ധൂലിയ അധ്യക്ഷനായ 2 സെർച്ച് കമ്മിറ്റികൾ രൂപീകരിച്ചിരുന്നു. 2 സമിതികളും നൽകിയ പട്ടികയുടെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയുടെ ശുപാർശ ഗവർണർക്ക് നൽകിയെങ്കിലും നിയമനം നടന്നിരുന്നില്ല. BC നിയമനത്തിൽ തർക്കം തുടരുന്നതിൽ കേസ് പരിഗണിച്ച ജസ്റ്റിസ് JB പർദിവാലയുടെ നേതൃത്വത്തിലുള്ള ബെഞ്ച് കടുത്ത അതൃപ്തി അറിയിച്ചു. അതേസമയം BC നിയമനവുമായി ബന്ധപ്പെട്ട് ഗവർണർക്കെതിരെ മുഖ്യമന്ത്രി ആക്ഷേപം ഉന്നയിച്ചു. മുൻഗണനാ പട്ടിക സർക്കാർ നൽകിയത് സുപ്രീം കോടതി നിർദ്ദേശപ്രകാരമാണെന്നും ആ നിർദ്ദേശം ഗവർണർ ലംഘിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. PM-ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഇടപെടലിൽ ജോൺ ബ്രിട്ടാസ് MP-യെ പിന്തുണച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പാർലമെന്റ് അംഗങ്ങൾ സർക്കാരിന് വേണ്ട കാര്യങ്ങൾ നേടിയെടുക്കാൻ ബാധ്യതപ്പെട്ടവരാണെന്നും ബ്രിട്ടാസ് മികച്ച ഇടപെടൽ ശേഷിയുള്ള MP-യാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ബലാത്സംഗ കേസുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി. തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഇന്നലെ അപേക്ഷ തള്ളിയതിനെ തുടർന്നാണ് രാഹുലിന്റെ പുതിയ നീക്കം. കേസ് ഇന്ന് തന്നെ പരിഗണിക്കും. രാഹുൽ തൽക്കാലം കീഴടങ്ങിയേക്കില്ലെന്നും നിയമപോരാട്ടം തുടരാനാണ് തീരുമാനമെന്നുമാണ് പുറത്തുവരുന്ന വിവരം. പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട കേസുകളിൽ പോലീസ് നടപടികളെല്ലാം ഫലപ്രദമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. എന്നാൽ കണ്ണുവെട്ടിച്ച് ചിലർ രാഹുലിന് സംരക്ഷണം ഒരുക്കുന്നുവെന്നും രാഹുലിനെ കുറിച്ച് പുറത്തുവന്നത് ഭീഭത്സമായ കാര്യങ്ങളാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ജയിലിൽ കിടന്ന എത്ര MLA-മാരെ കോൺഗ്രസ് പുറത്താക്കിയെന്നും ചോദിച്ച മുഖ്യമന്ത്രി രാഹുലിനെ എതിർത്താൽ വെട്ടുകിളിക്കൂട്ടം പോലെ സൈബർ ആക്രമണം നടത്തുന്നുവെന്നും മുഖ്യമന്ത്രി രൂക്ഷഭാഷയിൽ ചൂണ്ടിക്കാട്ടി. ലൈംഗിക പീഡന കേസിൽ മുൻകൂർ ജാമ്യം നിഷേധിക്കപ്പെട്ട് ഒളിവിൽ തുടരുന്ന രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെ മാത്യു കുഴൽനാടൻ മിനി മോഹൻ എന്ന ഫേസ്ബുക്ക് പ്രൊഫൈൽ ടാഗ് ചെയ്തുകൊണ്ട് പങ്കുവച്ച കുറിപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ സെലിബ്രിറ്റി രാഷ്ട്രീയക്കാരനെന്ന് പരോക്ഷമായി വിമർശിക്കുന്നു. സഹപ്രവർത്തകന്റെ വീഴ്ചയിലുള്ള വേദന പങ്കുവച്ചുകൊണ്ടുള്ള കുറിപ്പിൽ രാഹുലിനെ അറിയാതെ വളർത്തിയവർ തിരുത്തിയെന്നും അറിഞ്ഞു വളർത്തിയവർ മിണ്ടാതിരുന്നുവെന്നും ചൂണ്ടിക്കാട്ടുന്നു.
കയ്യൊപ്പ് സിൻസ് 1924 പുളിമൂട്ടിൽ സിൽക്സ്. ശബരിമലയുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി ഇന്നലെ നടത്തിയ പരാമർശങ്ങൾ ഗുരുതരമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. വൻ തോക്കുകൾ വരാനുണ്ടെന്നാണ് ഹൈക്കോടതി പറഞ്ഞതെന്നും BJP CPM അവിഹിത ബന്ധം പുറത്തായി എന്നും പ്രതിപക്ഷം പറഞ്ഞത് ശരിയായി എന്നും പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടി. കടകംപള്ളിയെ തൊടാത്തത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടതുകൊണ്ടാണെന്നും സതീശൻ പറഞ്ഞു. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ പ്രതികളായ മുൻ ദേവസ്വം സെക്രട്ടറി ജയശ്രീയും മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എസ് ശ്രീകുമാറും അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ കീഴടങ്ങണമെന്ന് ഹൈക്കോടതി. ഇരുവരുടെയും ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ടുള്ള ഉത്തരവിലാണ് സിംഗിൾ ബെഞ്ചിന്റെ നിർദ്ദേശം. ഇരുവരുടെയും ജാമ്യാപേക്ഷ ജസ്റ്റിസ് ഖബറുദ്ദീൻ ഇന്നലെ നിരസിച്ചിരുന്നു. ശബരിമല സ്വർണ്ണക്കേസിൽ പ്രതിയായ തിരുവാഭരണം മുൻ കമ്മീഷണർ KS ബൈജുവിന്റെ റിമാൻഡ് കാലാവധി നീട്ടി. 14 ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തത്. KS ബൈജുവിന്റെ ജാമ്യാപേക്ഷ നേരത്തെ കോടതി തള്ളിയിരുന്നു. ഇതിനിടെ ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ കള്ളപ്പണം വെളുപ്പിക്കൽ അന്വേഷിക്കുന്നതിന്റെ ഭാഗമായി രേഖകൾ ആവശ്യപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൊല്ലം വിജിലൻസ് കോടതിയിൽ അപേക്ഷ സമർപ്പിച്ചു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K ജയകുമാറിനെ അയോഗ്യനാക്കണമെന്നാവശ്യപ്പെട്ട് B അശോക് IAS തിരുവനന്തപുരം ജില്ലാ കോടതിയിൽ ഹർജി നൽകി. സർക്കാർ പദവിയിലിരിക്കെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായത് ചട്ടവിരുദ്ധമാണെന്നാണ് ഹർജിയിൽ ആരോപിക്കുന്നത്. IAG ഡയറക്ടർ ആയിരിക്കെ ബോർഡ് പ്രസിഡന്റായത് ചട്ടവിരുദ്ധമെന്നാണ് ആക്ഷേപം. അതേസമയം ഇരട്ട പദവിയില്ലെന്നും ബോർഡ് പ്രസിഡന്റ് ആയതിൽ ചട്ടലംഘനമില്ലെന്നും K ജയകുമാർ പറയുന്നു. എന്നാൽ ജയകുമാറിനെ ദേവസ്വം പ്രസിഡന്റാക്കിയത് സർക്കാരിന്റെ തീരുമാനമാണെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. B അശോകിന്റെ ഹർജി അസാധാരണ നടപടിയെന്നും മുഖ്യമന്ത്രി അഭിപ്രായപ്പെട്ടു. ജയകുമാർ വിരമിച്ച ഉദ്യോഗസ്ഥനാണെന്നും സർവീസിന്റെ ഭാഗമല്ല എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കോഴിക്കോട് പേരാമ്പ്ര ഡിഗ്നിറ്റി കോളേജിൽ സീനിയർ വിദ്യാർത്ഥിയുടെ ആക്രമണത്തിൽ ജൂനിയർ വിദ്യാർത്ഥിക്ക് ഗുരുതരമായി പരിക്കേറ്റ സംഭവത്തിൽ സീനിയർ വിദ്യാർത്ഥി അബ്ദുൾ റഹിമാനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു. പേരാമ്പ്ര പോലീസാണ് കേസെടുത്തത്. സംഭവത്തിന് റാഗിംഗ് സ്വഭാവമുണ്ടായിട്ടും ഈ രീതിയിൽ പോലീസിനെ അറിയിക്കുന്നതിൽ കോളേജിന് ഗുരുതര വീഴ്ചയുണ്ടായെന്ന് ജൂനിയർ വിദ്യാർത്ഥിയുടെ കുടുംബം ആരോപിച്ചു. അബ്ദുൾ റഹിമാനെ ഇന്നലെ കോളേജ് അധികൃതർ സസ്പെൻഡ് ചെയ്തിരുന്നു. കൊച്ചി പച്ചാളത്ത് റെയിൽവേ ട്രാക്കിൽ ആട്ടുകല്ല് കണ്ടെത്തി. സംഭവത്തിൽ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. ട്രെയിൻ അട്ടിമറി ശ്രമമെന്നാണ് സംശയിക്കുന്നത്. ഇന്ന് പുലർച്ചെ 4:30 മൈസൂരു തിരുവനന്തപുരം കൊച്ചുവേളി എക്സ്പ്രസ് കടന്നുപോയതിനു ശേഷമാണ് ആട്ടുകല്ല് കണ്ടെത്തിയത്. താമരശ്ശേരി ചുരത്തിലെ വളവുകൾ വീതി കൂട്ടുന്നതിന്റെ ഭാഗമായി മുറിച്ചിട്ട മരങ്ങൾ ലോഡ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ചുരത്തിൽ വാഹന ഗതാഗതം നിയന്ത്രിക്കും. ഗതാഗത നിയന്ത്രണത്തിൽ നിന്ന് പൊതുഗതാഗതം ഒഴിവാക്കിയിട്ടുണ്ട്. എങ്കിലും ബസ്സുകൾ നിയന്ത്രിച്ചായിരിക്കും കടത്തിവിടുക. തിരുവനന്തപുരത്ത് BJP വിട്ട് കോൺഗ്രസിൽ ചേർന്ന മുൻ കൗൺസിലർ ഒരു ദിവസം കഴിഞ്ഞപ്പോൾ BJPയിൽ തന്നെ തിരിച്ചെത്തി. പൂജപ്പുര വാർഡിലെ മുൻ കൗൺസിലറും BJPയുടെ ജില്ലാ കമ്മിറ്റി അംഗവുമായ B വിജയലക്ഷ്മിയാണ് BJPയിലേക്ക് തിരിച്ചെത്തിയത്. അതേസമയം ബുധനാഴ്ച K മുരളീധരന്റെ സാന്നിധ്യത്തിൽ വിജയലക്ഷ്മി DCC ഓഫീസിൽ വെച്ച് കോൺഗ്രസ് അംഗത്വം സ്വീകരിച്ചതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. വിജയലക്ഷ്മിയെ ആദരിക്കാനാണെന്ന് പറഞ്ഞ് വിളിച്ചുവരുത്തി കോൺഗ്രസിൽ ചേർന്നെന്ന് വ്യാജ വാർത്ത വരുത്തിയെന്നാണ് BJP നേതാക്കൾ പറഞ്ഞത്. കേരള പത്രപ്രവർത്തക യൂണിയൻ മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി S ജയശങ്കർ അന്തരിച്ചു. കേരള കൗമുദിയിലെ ലേഖകനായിരുന്നു. തിരുവനന്തപുരം ജഗതിയിലെ സഹോദരിയുടെ വീട്ടിൽ വെച്ചായിരുന്നു അന്ത്യം. ആദ്യകാല തിരുവനന്തപുരം മേയർമാരിൽ ഒരാളായ സത്യകാമൻ നായരുടെ മകനാണ്. മാധ്യമപ്രവർത്തകരുടെ അവകാശ പോരാട്ടങ്ങളിൽ മുന്നണിയിൽ നിലകൊണ്ട ജയശങ്കർ പത്രപ്രവർത്തക യൂണിയനെ കരുത്തുറ്റ സംഘടനയാക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച നേതാവായിരുന്നു. എല്ലാവർക്കും വന്നു ഡാൻഡ്രഫ്, എന്തു ചെയ്യും ചേട്ടാ? പേടിക്കണ്ട, ഇവിടുണ്ടല്ലോ ഡാൻഡ്രോക്കിറ്റിൻ ഓയിൽ. ഉടനടി മാറും താരൻ, ഉപയോഗിക്കൂ വേഗം. Amrutweni Dandruff Quit, the ultimate dandruff solution. ഇൻഡിഗോ വിമാന സർവീസുകൾ കൂട്ടമായി റദ്ദാക്കിയതോടെ രാജ്യമെങ്ങും വലഞ്ഞു യാത്രക്കാർ. ദില്ലിയിൽ നിന്ന് ഇന്ന് 3 മണിവരെയുള്ള എല്ലാ ഇൻഡിഗോ വിമാന സർവീസുകളും റദ്ദാക്കിയിട്ടുണ്ട്. മുംബൈയിൽ നിന്ന് പുറപ്പെടേണ്ടിയിരുന്ന 53 വിമാനങ്ങളും എത്തിച്ചേരേണ്ട 51 വിമാന സർവീസുകളും റദ്ദാക്കി. ക്രൂ ഡ്യൂട്ടി ടൈം ചട്ടം നടപ്പാക്കിയതോടെ പൈലറ്റുമാരുടെ ക്ഷാമം നേരിടുന്നതാണ് പ്രധാന പ്രതിസന്ധി. ചട്ടം നടപ്പാക്കുന്നതിൽ ഇൻഡിഗോ കാട്ടിയ അലംഭാവമാണ് പ്രതിസന്ധി രൂക്ഷമാക്കിയതെന്നാണ് വിവരം.
ഇൻഡിഗോയുടെ നൂറുകണക്കിന് വിമാന സർവീസുകൾ അപ്രതീക്ഷിതമായി റദ്ദാക്കിയതിൽ വിമാനത്താവളങ്ങളിൽ വൻ പ്രതിഷേധം. യഥാർത്ഥ കാരണം എന്തെന്ന് അധികൃതർ വെളിപ്പെടുത്തണമെന്നാണ് യാത്രക്കാർ ആവശ്യപ്പെടുന്നത്. അതേസമയം രാജ്യത്തുണ്ടായ വിമാന സർവീസ് പ്രതിസന്ധി കേന്ദ്ര സർക്കാരിന്റെ കുത്തകവൽക്കരണത്തിന്റെ ഫലമാണെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എക്സിൽ പങ്കുവച്ച പോസ്റ്റിൽ വിമർശിച്ചു. അരുന്ധതി റോയിയുടെ മദർ മേരി കംസ് ടു മീ എന്ന പുസ്തകം നിരോധിക്കണമെന്ന ഹർജി സുപ്രീം കോടതി തള്ളി. പുറംചട്ടയിൽ എഴുത്തുകാരി സിഗരറ്റ് വലിക്കുന്ന ചിത്രം ചേർത്തത് നിയമലംഘനമെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഹർജി. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ഉൾപ്പെട്ട ബെഞ്ചാണ് ഹർജി തള്ളിയത്. പുറംചട്ടയിലെ ചിത്രം പുകവലി പ്രോത്സാഹിപ്പിക്കുന്നതായി കാണുന്നില്ലെന്നും അത് പുസ്തകത്തിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നും കോടതി നിരീക്ഷിച്ചു. കോടതികളിലെ ഭാഷ സംബന്ധിച്ച ചോദ്യത്തിന് മറുപടി നൽകവെ ഹിന്ദി അറിയില്ലെന്ന കാരണത്താൽ ദക്ഷിണേന്ത്യക്കാരെ ഒറ്റപ്പെടുത്തുന്ന സ്ഥിതിയുണ്ടാവരുതെന്ന് സുപ്രീം കോടതി ജഡ്ജി BV നാഗരത്ന വ്യക്തമാക്കി. നിയമ സംവിധാനത്തിൽ എല്ലാത്തരം ഭാഷാ വൈവിധ്യങ്ങളും ഉൾക്കൊള്ളേണ്ടതുണ്ടെന്നും ഭരണഘടനയുടെ 8ാം ഷെഡ്യൂൾ നിരവധി ഭാഷകളെ അംഗീകരിക്കുന്നുണ്ടെന്നും തന്റെ പരാമർശങ്ങൾ രാഷ്ട്രീയപരമല്ലെന്നും മറിച്ച് ഇന്ത്യയുടെ വൈവിധ്യത്തിന്റെ യാഥാർത്ഥ്യത്തിൽ ഊന്നിയുള്ളതാണെന്നും ജഡ്ജി കൂട്ടിച്ചേർത്തു. പുകയില ഉൽപ്പന്നങ്ങൾക്ക് മേൽ ഉയർത്തിയ തീരുവ ധനകാര്യ കമ്മീഷന്റെ ശുപാർശകൾ അനുസരിച്ച് സംസ്ഥാനങ്ങളിൽ നിന്ന് ഈടാക്കുമെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ. ഇത് സെസ് അല്ല, എക്സൈസ് ഡ്യൂട്ടിയാണെന്നും അവർ കൂട്ടിച്ചേർത്തു. പുകയില കർഷകരെയും ബീഡി തൊഴിലാളികളെയും ബിൽ ദോഷകരമായി ബാധിക്കില്ലെന്നും രാജ്യത്ത് 49.82 ലക്ഷം രജിസ്റ്റർ ചെയ്ത ബീഡി തൊഴിലാളികളുണ്ടെന്നും ധനമന്ത്രി കൂട്ടിച്ചേർത്തു. ഭീകര സംഘടനയായ ജെയ്ഷെ ഇ മുഹമ്മദ് അടുത്തിടെ രൂപീകരിച്ച ജമാഅത്ത് ഉൽ മോമിനാത്ത് എന്ന വനിതാ വിഭാഗത്തിൽ 5000-ലധികം സ്ത്രീകളെ റിക്രൂട്ട് ചെയ്തതായി റിപ്പോർട്ട്. വലിയ തോതിലുള്ള റിക്രൂട്ട്മെന്റ് നടന്നതായാണ് ജെയ്ഷ് തലവൻ മസൂദ് അവകാശപ്പെടുന്നത്. ഇവരെ തീവ്രവാദത്തിലേക്ക് ആകർഷിക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണെന്നും അംഗങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നതിനാൽ ഇനി ജില്ലാ യൂണിറ്റുകൾ സ്ഥാപിക്കണമെന്നും ജെയ്ഷ് തലവൻ മസൂദ് അസ്ഹർ സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ പറഞ്ഞു. പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ പ്രവിശ്യയിൽ പ്രവർത്തിക്കുന്ന ബലൂച്ച് ലിബറേഷൻ ഫ്രണ്ട് ആദ്യമായി വനിതാ ചാവേർ ഓപ്പറേറ്റീവ്സിനെ ഉപയോഗിച്ച് ആക്രമണം നടത്തി. ചൈനീസ് കോപ്പർ സ്വർണ്ണ ഖനന പദ്ധതി കേന്ദ്രമായ ചാഗയിലുള്ള അതിസുരക്ഷാ സംവിധാനങ്ങളുള്ള ഫ്രോണ്ടിയർ കോപ്സ് കോംപ്ലക്സ് ലക്ഷ്യമിട്ടാണ് ആക്രമണം നടന്നത്. ഞായറാഴ്ച വൈകുന്നേരം നടന്ന ഈ ആക്രമണത്തിൽ 6 പാകിസ്ഥാൻ സൈനികർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ ഔദ്യോഗിക സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല. ഇസ്രായേലിന്റെ പിന്തുണയോടെ ഗാസയിൽ പ്രവർത്തിക്കുന്ന ഹമാസ് വിരുദ്ധ സായുധ വിഭാഗത്തിന്റെ നേതാവ് യാസർ അബു ഷബാബ് കൊല്ലപ്പെട്ടു. ഗാസ മുനമ്പിൽ വെച്ച് അജ്ഞാതരുടെ ആക്രമണത്തിൽ ഇദ്ദേഹം കൊല്ലപ്പെട്ടെന്നാണ് പുറത്തുവരുന്ന വിവരം. ഗാസയിൽ മാത്രമായി പ്രവർത്തിക്കുന്ന ഇസ്രായേലുമായി സഹകരിക്കുന്ന ഹമാസ് വിരുദ്ധ പോപ്പുലർ ഫോഴ്സസ് നേതാവായിരുന്നു ഇദ്ദേഹം. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ സായാഹ്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിനു വേണ്ടി വാർത്തകൾ വായിച്ചത് നീതു കൃഷ്ണ. ഡെയിലി ന്യൂസ് ലൈവ് .in വാർത്തകൾ വിരൽ തുമ്പിൽ.